ഇന്നലെ അങ്ങനെ ഒരു കോലത്തിൽ ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല മുരളിയേട്ടാ. സോറി അശ്വതി, റിയലി സോറി. ഞാൻ ഇന്നലെ എന്തോ പെട്ടെന്ന് അങ്ങനെ തോന്നി. വേണ്ടിയിട്ടൊന്നുമല്ല, മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കണമെന്നുണ്ടായിരുന്നു. എല്ലാം ഒന്ന് മറക്കാൻ വേണ്ടി. മദ്യപിച്ച എല്ലാം മറക്കാൻ പറ്റുമെന്ന് മുരളിയേട്ടന് ഉറപ്പുണ്ടോ? ഇന്നലത്തെ അനുഭവത്തിൽ നിന്ന് അത് ശരിയായെന്ന് ബോധ്യമായോ? എങ്കിൽ എനിക്കും കൂടെ ഒരു ഉപകാരം ചെയ്യണം. ഈ ശീലം എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണം. ഒക്കെ മറക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാ. അശ്വതി, ഞാൻ ഇത് ആവർത്തിക്കില്ല. ഐ എം സോറി. നിന്നാണ് സത്യം. ഇനി ഞാൻ കുടിക്കില്ല. പേടിയാ മുരളിയേട്ടാ. മാളു തന്ന അടിയുടെ വേദന മാറാൻ ഇനി എത്ര നാളെടുക്കുന്ന അറിയില്ല. എത്ര നാളെടുത്താലും അത് മാറുമെന്നും അറിയില്ല. അതിന്റെ കൂടെ മുരളിയേട്ടനും കൂടെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. അതുകൂടെ താങ്ങാനുള്ള മനസ്സെനിക്കില്ല. ഇല്ലടോ, ഞാൻ പറഞ്ഞില്ലേ, ഇനി എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവരുത്. ഉണ്ടായാൽ അതോടെ ഞാൻ ഈ വേഷങ്ങളെ കഴിച്ചു വെച്ച് എന്റെ വഴി സ്വീകരിക്കും. മുരളി, ആ പണിക്കര് വന്നിരിക്കുന്നു. ഇന്നലെ വീപ്പിടി വീട്ടിൽ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും വേണ്ടിയിരുന്നില്ല. ഞാൻ ഇനി എങ്ങനെയായാലും ഫേസ് ചെയ്യും. ഫേസ് ചെയ്യണം. ബീപ്പേട്ടിന് എന്താ പറയാനുള്ളതെന്ന് മുരളിയേട്ടൻ കേൾക്കണം. ചെല്ല്. അവരെ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയണം. മുരളി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയോ മുരളി? ആ, കുറച്ച് ലേറ്റായി. ബി.പി. എന്താ വന്നേ? ഞാൻ വന്നതിന്റെ കാരണം എന്താണെന്ന് മുരളിക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോറി, ഞാൻ ഇന്നലെ അവിടെ വന്നൊരു സീൻ ഉണ്ടാക്കിയല്ലേ. അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ല. മദ്യം തലയ്ക്ക് പിടിച്ചപ്പോ അറിയാതെ വന്നുപോയതാ. ഓ, സാരമില്ല മുരളി. അതിനെ കുറ്റപ്പെടുത്താനോ ശകാരിക്കാനൊന്നും അല്ല ഞാനിപ്പോൾ തന്നെ കാണാൻ വന്നത്. താനിപ്പോൾ ഏതവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇന്നലെ മദ്യത്തിന്റെ ലഹരിയിലാണെങ്കിലും താൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. എന്താ അത്? അപ്പുവിന്റെ കാര്യം അറിഞ്ഞപ്പോൾ എന്റെ മാനസിക നില തെറ്റിയത് ഒരു തട്ടിപ്പാണെന്നാണ് മുരളി വിചാരിച്ചതെന്ന്. പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്ന് സ്വന്തം അനുഭവത്തിലൂടെയാണ് മുരളി മനസ്സിലാക്കിയതെന്ന്. സോറി ബി.പി. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ കഴിച്ചത് അല്പം ഓവറായിപ്പോയി. അതിന്റെ ഹൈപ്പിൽ ഞാൻ അറിയാതെ എന്തൊക്കെയോ. ഹേയ്, ഞാൻ പറഞ്ഞല്ലോ, അതിന് പരാതി പറയാൻ വന്നതല്ല ഞാൻ. ഞാൻ കാണിച്ചൊരു തട്ടിപ്പായിരുന്നില്ല എന്ന് മുരളിക്ക് മനസ്സിലാവാൻ ഇങ്ങനൊരു അനുഭവം വേണ്ടി വന്നു. ഒരർത്ഥത്തിൽ മുരളി പറഞ്ഞത് ശരിയാ. ഭ്രാന്ത് ഒരു അനുഗ്രഹം തന്നെയാ. അന്ന് ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയോ, ആരൊക്കെ ബുദ്ധിമുട്ടിച്ചെന്നോ എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതുപോലെ മാളുവിന്റെ ഈ കാര്യം മറക്കാനാണ് മുരളി ഇന്നലെ കുടിച്ചതെന്ന് എനിക്ക് ബോധ്യമായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ഒരു ആണാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഇതുപോലുള്ള പ്രഷറിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. പക്ഷേ അതിന്റെ പേരിൽ എപ്പോഴെങ്കിലും മദ്യപിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്താട്ടോ. ഇല്ല, എന്റെ ഓർമ്മയിലില്ല. ബി.പി. ഒരിക്കലും അതിന്റെ പേര് മദ്യപിച്ചിരുന്നില്ല. ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ മുഴുവൻ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള കഴിവ് മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ 99% ആൾക്കാരും നല്ല ഒന്നാന്തരം മദ്യപാനികളായി തീർന്നേനെ. പിന്നെ മദ്യപിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫേക്ക് ധൈര്യമുണ്ടല്ലോ, ആകാശം ഇടിഞ്ഞു വീണാലും താങ്ങി നിർത്താൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം. അതൊരു ഭാവനാവിശ്വാസമാണ്. കുടിച്ച കള്ളിന്റെ കെട്ടിറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കൂടി നമുക്ക് നഷ്ടമാവും.
അത് മറയ്ക്കാൻ വീണ്ടും കുടിക്കും. അങ്ങനെ നശിച്ചുപോയ എത്രയോ പേരുടെ ജീവിതം എന്റെയും മുരളിയുടെ മുന്നിലുണ്ടല്ലോ. ശരിയാണ്, നമ്മൾ ആഗ്രഹിക്കാത്തതോ പ്രതീക്ഷിക്കാത്തതോ ആണ് നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്തത്. അതിന് നമുക്ക് അവരെ ശിക്ഷിക്കാം, അകറ്റി നിർത്താം, അവഗണിക്കാം. പക്ഷെ മുരളി, അതിനുവേണ്ടി താനിങ്ങനെ സ്വയം നശിക്കരുത്. മാളുവിന് വേണ്ടി മാത്രമല്ല താൻ ഇത്രയും കാലം ജീവിച്ചത്, അശ്വതിക്ക് വേണ്ടി കൂടിയാണ്, അവരുടെ അമ്മയ്ക്ക് വേണ്ടി കൂടിയാണ്. ഇപ്പൊ മുരളിയുടെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ പരിചയപ്പെട്ട അന്നു മുതൽ ഒരു സുഹൃത്തെന്നതിലുപരി ഒരു കൂടപ്പിറപ്പിനെ പോലെയാ ഞാൻ തന്നെ കാണുന്നത്. ആ സ്നേഹം കൊണ്ട് പറയാ, ഇന്നലെ കണ്ടതുപോലെ മുരളി ഇനി ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കാണാൻ ഇടവരരുത്. ജീവിതത്തിൽ എന്ത് തിരിച്ചടികൾ സംഭവിച്ചാലും ഉറച്ച മനസ്സോടും പൂർണ്ണമായ ബോധത്തോടും കൂടി അതിന് നേരിടാൻ ശ്രമിക്കണം. ഇത് പറയാൻ എനിക്ക് എത്രമാത്രം അർഹതയുണ്ടെന്ന് അറിയില്ല. എങ്കിലും തന്നെ ഇന്നലെ അങ്ങനെ കണ്ടപ്പോ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോയി. എന്റെ മാത്രമല്ല, ഗീതയുടെയും. അതുകൊണ്ടാ രാവിലെ ഇവിടെ വന്ന് തന്നെ കണ്ട് ഇത്രയും സംസാരിക്കണം തോന്നിയത്. സാരമില്ലടോ, ഇപ്പൊ തനിക്ക് വിഷമം തോന്നുന്നില്ലേ? അതുകൊണ്ട് താനായിട്ട് ആരെയും വിഷമിപ്പിക്കില്ല എന്ന് മനസ്സുകൊണ്ട് അങ്ങ് ശപഥം ചെയ്തേക്ക്. അപ്പൊ ഇനി ഒരിക്കലും മദ്യത്തിന്റെ പിന്നാലെ തന്റെ മനസ്സ് പായില്ല. ഓടോടോ. വിപി, ഐ എം സോറി, റിയലി സോറി. ക്ഷമ പറയേണ്ടത് എന്നോടല്ല മുരളി. ഇന്നലെ ആ കോലത്തിൽ ജീവിതത്തിൽ ആദ്യമായി തന്നെ കണ്ട അശ്വതിയോട്, അവരുടെ അമ്മയോട്, അവരാണ് തന്നോട് ക്ഷമിക്കേണ്ടത്. തനിക്കതിന് കഴിയും. തന്നിൽ ഇപ്പോഴും അവർക്ക് വിശ്വാസമുണ്ട്. പോട്ടെ. അമ്മി, ഞാനന്ന് കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന്റെ. ഉവ്വ്, നീ അവിടെ അപ്ലൈ ചെയ്ത കാര്യമില്ലേ? ഓർമ്മയുണ്ട്. അവിടുന്ന് ഇപ്പം വിളിച്ചിരുന്നു. എനിക്ക് ഉടനെ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയേക്കും. ആണോടാ ജോക്കുട്ട? കൊച്ചിയിൽ ഏതാ ആശുപത്രിയിലാ? നല്ല ശമ്പളമൊക്കെ ആണോ? ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അമ്മച്ചി. ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിനെക്കാളും സാലറി ഉണ്ട്. നന്നായി. അല്ല ജോക്കുട്ട, അപ്പൊ നിന്റെ പോക്കുവരവൊക്കെ എങ്ങനെ ആയിരിക്കും? ഇവിടുന്ന് പോയി വരാൻ ബുദ്ധിമുട്ടാവില്ലയോടാ? ഇവിടുന്ന് ഡെയിലി പോയി വരുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. അവിടെ പറ്റിയൊരു വീട് നോക്കാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ ജോലിക്കാരും കൺഫേം ആയോ? 95% ഉറപ്പാണ് മമ്മി. ഇനിയൊരു ഫൈനൽ അപ്രൂവൽ കൂടിയേ വരാനുള്ളൂ. അത് തികച്ചും ഫോർമൽ ആണെന്നാ ഫ്രണ്ട് പറഞ്ഞത്. എങ്കി അതും കൂടി കഴിഞ്ഞിട്ട് ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചാ പോരെ? അല്ല മമ്മി, ഇപ്പോഴേ പറഞ്ഞു വെച്ചാലേ അവിടെ വീടോ ഫ്ലാറ്റോ എന്താണെന്ന് വെച്ചാൽ റെഡിയായി കിട്ടൂ. പിന്നെ സമയത്തിന് നമ്മൾ ടെൻഷൻ അടിക്കണ്ടല്ലോ. വീടോ ഫ്ലാറ്റോ എന്തിനാ? നിനക്ക് തങ്ങാനൊരു റൂം പോരെ? സമയം കിട്ടുന്നതനുസരിച്ച് വന്നു പോകാലോ. അതല്ല മമ്മി, മമ്മിയെ അമ്മച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. ഓ, ഞാനില്ല. ഞങ്ങൾ ഇവിടെ നിന്നോളാം. നീ മാത്രം പോയാ മതി. അതെന്നാ പറച്ചില്ല ലേസമ്മ? അവന് കൊച്ചിയിലാ ജോലിയെങ്കിൽ പിന്നെ നമ്മൾ എന്നാത്തിനാ ഇവിടെ? അവിടെ ഒരു വീട് തരപ്പെട്ട് വരുവാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുന്നല്ലയോ നല്ലത്? ഒന്നുമില്ലെങ്കിലും ചെറുക്കന് നമ്മുടെ അടുത്ത് വരാമല്ലോ. അവന് വായിക്ക് രുചിയായിട്ട് എന്നതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അത് മാത്രമല്ല മമ്മി, ഇനിയിപ്പോ എന്ത് കാര്യത്തിനാ നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നേരാടേ സമോ, ഇവിടെ ഇനി ആർക്ക് വേണ്ടിയാ നമ്മൾ കാത്തു നിൽക്കുന്നേ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പോയവരൊന്നും ഇനി വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നശിച്ച നാട്ടിൽ നിന്ന് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. കൊച്ചിയെങ്കിൽ കൊച്ചി. ഒന്നുമില്ലേലും
അവിടുന്നാവുമ്പോ എനിക്ക് കുടുംബത്തോട്ട് പോകാൻ എളുപ്പമാകുമല്ലോ. അതൊക്കെ ശരി തന്നെയാ. എന്നാലും ഞാൻ വരുന്നില്ല ജോബിൻ. മമ്മി എതിരൊന്നും പറയരുത്. അമ്മച്ചി പറഞ്ഞതിലും കാര്യമില്ലേ മമ്മി? ഇനി എന്തിനാ നമ്മൾ ഈ നാട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇവിടെ നിൽക്കും തോറും മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുകയുള്ളൂ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു ജോക്കുട്ട. ഇവക്ക് കാര്യം പറഞ്ഞാ മനസ്സിലാകില്ല എന്ന് വെച്ചാ പിന്നെ എന്നാ ചെയ്യാനാ? ജോക്കുട്ട, വീടോ ഫ്ലാറ്റോ എന്നതാന്ന് വെച്ചാ അന്വേഷിക്ക്. ഇവള് വരും. ഞാൻ കൊണ്ടുവരും നിന്റെ മമ്മിയെ. പോകുന്നതിന് മുൻപ് മുരളിയും അശ്വതിയും കാണണ്ടേ? കാണണം. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. മാളു എപ്പം മടങ്ങി വന്നാലും ഹിയറിങ്ങിന് എപ്പോൾ വേണമെങ്കിലും ചെല്ലാൻ ഞാൻ വില്ലിംഗ് ആണെന്ന് അവരെ അറിയിക്കണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, മാള് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ബോധ്യമായി. പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. അത് തുറന്നു ചോദിക്കുന്നത് കൊണ്ട് മാളുവിന് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ. ജോബിന് അങ്ങനെ ഒരു കൊളീഗുമായി, ഐ മീൻ മുൻപ് പ്രണയത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകയുമായി ഒരു സൗഹൃദമുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് മാളു ഡിവോഴ്സ് പെറ്റീഷനിൽ അയാളെ സേഫ് ഗാർഡ് ചെയ്തത്? ഐ മീൻ ജോബിന്റെ അങ്ങനെയുള്ള റിലേഷൻ അല്ല, മറിച്ച് അപ്പുവുമായുള്ള സൗഹൃദം പിരിയാൻ പറ്റാത്തതാണ് തന്നെ വിവാഹമോചനത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന്. എന്താ എന്റെ ചോദ്യം മനസ്സിലായില്ലേ? യെസ് ഡോക്ടർ. ഡോക്ടറിനെ പോലെ തന്നെ എല്ലാവരെയും അമ്പരിപ്പിച്ച കാര്യമായിരുന്നു അത്. പക്ഷെ അത് ജോബിനോടുള്ള പകപോക്കലാണെന്നാണ് ഈ കഥ അറിയാവുന്നവർക്കൊക്കെ തോന്നിയത്, അപ്പോന് പോലും. പക്ഷെ അതിലൊരു പകുതി സത്യം ഉണ്ടായിരുന്നു ഡോക്ടർ. സോറി, പകുതി സത്യം? അതെനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ. എന്റെയും അപ്പോന്റെയും റിലേഷൻ വഴിവിട്ട ഒന്നാണെന്ന് ആദ്യം ആരോപിച്ചത് അലീനയായിരുന്നു. ജോബിനുമായിട്ടുള്ള റിലേഷനെ സ്വയം ന്യായീകരിക്കാനാവും അവരങ്ങനെ ചെയ്തത്. അലീനയുടെ ആരോപണത്തെ സത്യം എന്താണെന്ന് അറിയാമായിരുന്നിട്ടും സപ്പോർട്ട് ചെയ്യാണ് ഡോക്ടർ ചെയ്തത്. അവിടം വരെ എനിക്ക് മനസ്സിലായി. അതിനുള്ളൊരു പകപോക്കൽ മാള് നടത്തിയതും എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ പകുതി സത്യം, അതിനെക്കുറിച്ചാ എനിക്കിനി അറിയേണ്ടത്. അപ്പോ എനിക്ക് ആരായിരുന്നു എന്ന് ആ സമയത്താ ഞാൻ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയത്. എന്റെ ജനനം മുതൽ, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം ഞാൻ കണ്ടു തുടങ്ങിയ ആളാണ് അപ്പു. അപ്പോ എനിക്ക് വെറും ഒരു കളിക്കൂട്ടുകാരി മാത്രമായിരുന്നില്ല. പറഞ്ഞറിയിക്കാനാവാത്തൊരു ആത്മബന്ധം എന്റെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും അപ്പുവായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ അനുസരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം അപ്പുവിനെ അനുസരിക്കാനും ഫോളോ ചെയ്യാനും തുടങ്ങിയിരുന്നു. അതൊരിക്കലും എൻ്റെ വ്യക്തിത്വത്തിന്റെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നതുമില്ല. പക്ഷെ പിന്നീട് താനൊരാണാണെന്ന് അപ്പു സ്വയം ഡിക്ലെയർ ചെയ്തപ്പോൾ ഞാൻ ആകെ പതറിപ്പോയി. ഞാനെന്ന വ്യക്തി ഏറ്റവും അടുത്ത് കാണുകയും അറിയുകയും ചെയ്ത കൂട്ടുകാരി ഒരാണാണെന്ന് സത്യത്തെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയായിരുന്നില്ല ഡോക്ടർ. അപ്പുവിന്റെ മനസ്സിൽ നിന്നും അങ്ങനെയുള്ള തോന്നലുകൾ മാറ്റിയെടുക്കണമെന്ന് ഒരുപക്ഷെ അപ്പുവിന്റെ വീട്ടുകാരെക്കാളും പ്രാർത്ഥിച്ച ഞാനായിരിക്കും. ആണായി പോയ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് അപ്പുവിനെ ഒഴിവാക്കാനോ അകറ്റി നിർത്താനോ പറ്റുമായിരുന്നില്ല. പക്ഷെ അപ്പുവിലെ ആണിനെ ഒരു സുഹൃത്തിനപ്പുറം, ഐ മീൻ ഒരു ലൈഫ് പാർട്ട്ണറായി കാണാനും എനിക്കാവുമായിരുന്നില്ല. ആ സമയത്താണ് ജോബിൻ മാളുവിന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അല്ലേ? അതെ. ജോബിനോടുള്ള പ്രണയം വളർന്ന് വിവാഹത്തിൽ കലാശിക്കുമ്പോഴും അപ്പു എന്ന ആൺ സുഹൃത്ത് പഴയ അപ്പുവായി തന്നെ മാളുവിന്റെ മനസ്സിനൊപ്പം നടക്കുന്നുണ്ടായിരുന്നു. ആം ഐ റൈറ്റ്? യെസ്. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. മാളുവുമായി ഞാൻ വിശദമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, മാളുവിന്റെ മനസ്സിൽ ചുറ്റുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്കുള്ള കിളിവാതിലാണ് ശരിക്കും അപ്പു എന്ന വ്യക്തി. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? മാളുവിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഞാനാണെന്നാണോ? ടു ആൻ എക്സ്റ്റെന്റ്
ഒരു പരിധിവരെ വേണമെങ്കിൽ നമുക്കങ്ങനെ ആരോപിക്കാം. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അപ്പു അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് എനിക്ക് അവകാശപ്പെടാമോ എന്നറിയില്ല ഡോക്ടർ. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ മാളുവിനോട് ഞാനൊരു തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധമുണ്ട്. ഓ, താനൊരു ആണായി എന്ന് സ്വയം ഡിക്ലെയർ ചെയ്ത ആ സമയത്ത് മാളുവിനെ പ്രപ്പോസ് ചെയ്ത തെറ്റ് അതല്ലേ അപ്പു ഉദ്ദേശിച്ചത്? ആസ് എ ഡോക്ടർ അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല. താനൊരു പുരുഷനാണെന്ന് സ്വയം ബോധ്യപ്പെട്ട അപ്പു തന്റെ കളിക്കൂട്ടുകാരെ പ്രപ്പോസ് ചെയ്യുന്നു. മാളു അത് ഡിനൈ ചെയ്യുന്നു. അതല്ലേ സംഭവിച്ചത്? ആ പ്രായത്തിലെ ഏതൊരു കൂട്ടുകെട്ടിലും അത്തരം പ്രപ്പോസലുകളും നിരസിക്കലൊക്കെ സർവ്വസാധാരണമാണ്. അപ്പുവിന്റെ പ്രപ്പോസലും മാളുവിന്റെ നോ പറച്ചിലും അങ്ങനെ ഒരു അർത്ഥത്തിൽ കാണേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. യഥാർത്ഥത്തിൽ മാളുവിന്റെ പ്രശ്നം അപ്പു എന്ന പെൺസുഹൃത്തിന്റെ സ്ഥാനത്തേക്ക് അപ്പു എന്ന ആൺ സുഹൃത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴുണ്ടായ കൺഫ്യൂഷന്. ആ കൺഫ്യൂഷൻ പിന്നീടുള്ള ലൈഫിലുടനീളം മാളുവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഡോക്ടർ, അങ്ങനെ ഒരു ആശങ്ക ഉള്ളതായി മാളു ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരാളുടെ മനസ്സിൽ സംഭവിക്കുന്ന വടംവലികൾ ആരോടും ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജോബിനെ ഭർത്താവായി സ്വീകരിച്ചപ്പോഴും അപ്പു എന്ന ഫ്രണ്ടിനെ അപ്പു എന്ന ബോയ് ഫ്രണ്ടിനെ ഉപേക്ഷിക്കാൻ മാളുവിന്റെ മനസ്സ് തയ്യാറായില്ല. എന്നാൽ പഴയ പെൺസുഹൃത്തിന്റെ ഇന്റിമസിയിൽ അപ്പുവിനെ ഒപ്പം ക്യാരി ചെയ്യാനും അവക്ക് വൈമുഖ്യമുണ്ടായി. ഇതിനിടെപ്പെട്ട് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു മാളു. എന്താ പറയുക, ടോട്ടലി ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ. അങ്ങനെ ഒരു അരക്ഷിതാബോധമാണ് മാളുവിനെ ഈ അവസ്ഥയെ കൊണ്ട് എത്തിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയത് ജോബിനും അലീനയും കൂടി ചേർന്ന് നിങ്ങളുടെ റിലേഷനെ മറ്റൊരു തലത്തിൽ പ്ലേസ് ചെയ്തത്. ഒരുപക്ഷെ അലീന മാത്രമാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നതെങ്കിൽ പോലും മാളുവിന് ഇത് ഇത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ അതിന് ജോബിൻ കൊടുത്ത ബ്ലാങ്ക് സപ്പോർട്ടാ മാളുവിനെ മാനസികമായി തകർത്ത് കളഞ്ഞത്. ഇൻഫാക്ട് ഒരു വലിയ നുണയും ഒരു അർദ്ധസത്യവും തമ്മിൽ അവളുടെ മനസ്സിൽ എപ്പോഴും ഒരു വടംവലി നടന്നിരുന്നു. നിങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ ലവ് സ്റ്റോറി ഉണ്ടായിരുന്നുവെന്ന് ആ പെരുന്നുണ. അതേസമയം അപ്പൂനെ ഒഴിവാക്കി മാളുവിനൊരു ജീവിതം ഇല്ല എന്നുള്ളതാ ആ അർദ്ധസത്യം. അതിന് രണ്ടിനും ഇടയിൽപ്പെട്ട് മാളു വല്ലാതെ ശ്വാസം മുട്ടിയിരുന്നു. ഡോക്ടർ, ഇപ്പൊ അവളുടെ അവസ്ഥ? എപ്പോഴും ഒരാൾ അയാളുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നത് റിയാലിറ്റി എന്താണെന്ന് മറ്റൊരാൾ അയാളെ ബോധ്യപ്പെടുത്തുമ്പോഴാ. ഇവിടെ മാളുവിന്റെ കാര്യത്തിലും അത് സംഭവിച്ചിരിക്കുന്നു. ഇനി ആ റിയാലിറ്റിയിലേക്ക് സ്വയം എത്തിച്ചേരേണ്ടത് മാളുവാ. ഒപ്പം മാളു ഇപ്പോഴും സ്നേഹിക്കുന്ന ജോബിൻ ആ സത്യം അംഗീകരിക്കുകയും വേണം, എല്ലാ സത്യസന്ധതയോടും കൂടി. അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് ഷീ വിൽ ബി ഓക്കെ. ഡോക്ടർ, ജോബിനോട് ഇക്കാര്യം തുറന്ന് സംസാരിച്ചാ? വരട്ടെ, അതിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. തൽക്കാലം നമുക്ക് മാളുവിനെ കുറച്ചുകൂടി ഒബ്സർവ് ചെയ്യാം. എന്തായാലും ഇതുവരെയുള്ള നമ്മുടെ ശ്രമങ്ങൾ ഫലം കണ്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം. ആട്ടെ, നന്ദൻ വിളിച്ചിരുന്നോ? ആ, വിളിച്ചിരുന്നു. സൗകര്യം പോലെ ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. ഡോക്ടർ, അതുപോലെ ഞങ്ങളുടെ വീട്ടുകാരുടെ സംശയം. അപ്പൊ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാ ഓരോ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ആദ്യം മാളവികയും ജോബിനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ? ആ, ജോബിനാണോ? മുരളിയങ്കിള് ഇല്ല എൻ്റെ ഇവിടെ? ഉണ്ട്, വാ അകത്തേക്കിരിക്കാം. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ മുരളിയേട്ടനെ വിളിക്കാം. അങ്കിൾ. ആ, ഇരിക്കേ. തനിച്ചാണോ വന്നത്? അതെ അങ്കിൾ. അല്ല, അങ്കിളിന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല,
2 ദിവസമായി പോയിട്ട്. ജോബിനെന്താ വന്നത്? ഞാനും മമ്മിയും ഇവിടുന്ന് പോവും അങ്കിൾ. പോവേ? എങ്ങോട്ട്? നാട്ടിലേക്കാണോ? അല്ല, കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്. അപ്പോൾ മമ്മിയും കൂട്ടി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അത് ശരി. അപ്പൊ ജോബിൻ യാത്ര പറയാൻ വന്നതാണോ? അങ്ങനെയല്ല, ഈ വിവരം ഇവിടെ ഒന്ന് പറയണമെന്ന് തോന്നി. ടീച്ചർ വന്നില്ലേ? മമ്മി എൻ്റെ കൂടെ ഇറങ്ങിയതാ. വിജയങ്ങളുടെ വീട്ടിലുണ്ട്. ഇങ്ങോട്ട് വരാനും നിങ്ങളെയൊക്കെ കാണാനും മമ്മിക്കൊരു ബുദ്ധിമുട്ട്. ടീച്ചറിന് എന്തിനാ ബുദ്ധിമുട്ട്? ശരിക്കും ടീച്ചറിനെയും ജോബിനെയൊക്കെ ഫേസ് ചെയ്യാൻ ഞങ്ങൾക്കാണല്ലോ ബുദ്ധിമുട്ട്. അപ്പൂനെയും മാളൂനെയും കുറിച്ച് വേറെന്തെങ്കിലും ഇൻഫർമേഷൻ? അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ് ജോബിൻ. അല്ലെങ്കിലും മാളു ഞങ്ങളെ ഇനി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ BP ഗീതയും വിളിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല, അന്വേഷിച്ചതുമില്ല. പറഞ്ഞല്ലോ, അങ്ങനെ ഒരു മകളുടെ കാര്യം മറക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. അങ്കിൾ, ഈ അവസരത്തിൽ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും നിരാശപ്പെടരുത്. കഴിയുമെങ്കിൽ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഞങ്ങളുടെ മകള് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള റിയാലിറ്റിയുമായി ഞങ്ങൾ ഏകദേശം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അല്ലേ അശ്വതി? ആൻറ്റി, പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഭർത്താവെന്ന നിലയിൽ മാളുവിനോട് വേണ്ട രീതിയിൽ നീതി പുലർത്താൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള അർഹതയുമില്ല. എങ്കിലും മാളുവിനെ മനസ്സിലാക്കിയെടുത്തോളം അവൾക്ക് നിങ്ങളെ ആരെയും വേദനിപ്പിക്കണമെന്നൊരു ഉദ്ദേശം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളെക്കാൾ ഒരുപടി അപ്പുവിനെ സ്നേഹിച്ചു പോയതുകൊണ്ടുള്ള കുഴപ്പമാണ് മാളുവിന്. അത് പൊറുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. വേണ്ട ജോബിൻ, ഇപ്പോഴും മാളുവിനെ ന്യായീകരിച്ച് സംസാരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ മോള് ജോബിനോടും ടീച്ചറിനോടും ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, ഒരിക്കലും മറക്കില്ല. പക്ഷെ അതിനപ്പുറം ഞങ്ങൾ അവളെ സ്വീകരിക്കണമെന്ന് മാത്രം പറയരുത്. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. ഏതായാലും ജോബിനെ കുരിക്കിന്ന് രക്ഷപ്പെട്ടല്ലോ. പുതിയ സ്ഥലത്ത് ടീച്ചറിനോടൊപ്പം മനസ്സമാധാനമായിട്ട് ജീവിക്കുക, കഴിഞ്ഞതൊക്കെ മറക്കുകയും ചെയ്യാം. പറ്റുമെങ്കിൽ ഒരു നല്ല കുട്ടിയെ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് ജോബിൻ തിരിച്ചു വരണം. ടീച്ചറിനും അതൊരു സന്തോഷമാവും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ജോബിൻ. തന്നെ ടീച്ചറിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. ഇപ്പോ മുരളിയുടെ ആരെയും ഫേസ് ചെയ്യാറില്ല. വന്നത് ജോബിനാണെന്ന് അറിഞ്ഞുകൊണ്ടാ കാണാൻ കൂട്ടാക്കിയത്. ഓഫീസിൽ പോലും ഇപ്പൊ പോവാറില്ല. ഇതൊക്കെ കണ്ടും കേട്ടും മാനസികമായിട്ട് ഞാനും ആകെ തകർന്നിരിക്കുക. സാരമില്ല ആൻറ്റി, ഒക്കെ മാറും. എൻ്റെ മമ്മി എപ്പോഴും പറയും, നമുക്ക് താങ്ങാനാവുന്നതിലും അധികം ദുഃഖം ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണെന്ന്. ഈ പരീക്ഷണമൊക്കെ അങ്ങനെ കണ്ടാൽ മതി. അല്ല മുത്തശ്ശി? അമ്മ ഇവിടെ ഇല്ല, കൊല്ലത്തുള്ള ഒരു അമ്പലത്തിൽ പോയിരിക്കുക. വരാൻ വൈകുന്നേരം ആവും. ശരി, മുത്തശ്ശി വരുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങട്ടെ.